മുറിവുണക്കേണമേ നാഥാ മനസ്സിൻ വ്യതയകറ്റേണമേ നാഥാ. തളർന്നിരിക്കുന്നു ഞങ്ങൾ, ഹൃദയം തളർന്നിരിക്കുന്നു ഞങ്ങൾ. മുറിവുണക്കേണമേ നാഥാ മനസ്സിൻ വ്യതയകറ്റേണമേ നാഥാ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ 21 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. സ്തോത്രം. നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്ന രക്ഷയെ അനുഗ്രഹമാക്കി തീർത്ത, ആമേൻ, സ്തോത്രം, അനുഗ്രഹമാക്കി തീർത്തുകൊണ്ട് ഏറ്റെടുത്ത പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കും ചേർന്ന് പറയാമല്ലോ. സ്തോത്രം. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. ദൈവം തന്ന ബലം, എന്നെ തളർന്നു പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ദൈവം തന്ന ആ താങ്ങി നടത്തിയ നന്മ, ആ താങ്ങി നടത്തിയ അനുഗ്രഹങ്ങളൊക്കെ നോർത്താൽ ഭയങ്കരമല്ലേ. വീണു പോകാമായിരുന്നു. എന്നാൽ തളർന്നു പോകാതെ കരം പിടിച്ചുയർത്തി ബലപ്പെടുത്തി നിർത്തിയ ദൈവം ജീവിക്കുന്നു. സ്തോത്രം. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചുമില്ല. പ്രാർത്ഥന വെച്ച കാത്തിരുന്ന മക്കളെ പ്രാർത്ഥിച്ചതിന് ഉത്തരം ദൈവം തന്നില്ലേ? ഈ ദൈവം ജീവിക്കുന്ന ദൈവമല്ലേ? ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്. വിശ്വസിക്കുന്നവർ ദൈവമഹത്വം കാണും. നന്മയുടെ അനുഗ്രഹങ്ങളാ നീ അവനെ എതിരേറ്റു. തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കിരീടത്തെ തലയിൽ വെച്ച് തരുന്ന ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓട്ടക്കളത്തിലൂടാൻ അനേകരുണ്ട്. ബിരുദ പ്രാപിക്കുന്നത് ഏകൻ മാത്രമാണ്. കൂട്ടത്തിലോടുന്നവരെല്ലാം തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഓടുന്നത്. രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ വാടാത്ത കിരീടം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ഒരു ഓട്ടം തന്നെയാണ് ജീവിതം. ഇതൊക്കെ നമുക്കറിയാം. പൂർവ്വപിതാക്കന്മാർ മുതൽ അപ്പോസ്തലന്മാരെ വരെ നോക്കിയാൽ, സ്തോത്രം, എല്ലാവരുടെയും ഈ ഓട്ടം എത്ര വലുതായിരുന്നു. ദാവീദ് രാജാവ് ഓടുകയായിരുന്നില്ലേ? ഓട്ടക്കളത്തിൽ ഓടാൻ അനേകരുണ്ടായിരുന്നില്ലേ? തോൽപ്പിക്കാനുള്ളൊരു കൂടെ ഉണ്ടായിരുന്നില്ലേ? വേണ്ടപ്പെട്ടവരൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ലേ? ജയം പ്രാപിച്ചതുപോലെ ഒന്ന് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, എന്നെ അവർ അങ്ങനെ പറഞ്ഞില്ലേ, എന്നോട് അവരിത് ചെയ്തില്ലേ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. ഇതൊന്നും നമ്മൾ പറയേണ്ട ദൈവമക്കളെ. വിളിച്ച് വേർതിരിച്ച ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ നോട്ടം അവങ്കിലേക്ക് ആയിരിക്കട്ടെ. അവങ്കിലേക്ക് നോക്കിയാൽ ആരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. നമ്മുടെ കാതെപ്പോഴും കർത്താവിൻ്റെ തിരുസനിൽ തന്നെ ആയിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ ഇടറി വീഴുമെന്നുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അവങ്കിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ദൈവമക്കളെ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. ദീർഘായുസോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്കും വേണ്ടി ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിൽ കഷ്ടപ്പെട്ട് ഏറ്റവും അധികം തീരാത്ത വ്യാധിയായിട്ട്, ഏറ്റവും അധികം ശരീരത്ത് അനുഭവിക്കുന്ന വേദനയേക്കാൾ അധികം മാനസികമായ വേദനകളും അനുഭവിച്ചുകൊണ്ട് നാളുകളായിട്ട് ചികിത്സിച്ചിട്ടും ഭേദം വരാത്ത ഒരു മഹാകഷ്ടതയിൽ കിടന്നുകൊണ്ട് ആണ് ഈ ശുശ്രൂഷ കൂടുന്നതെങ്കിൽ ഇന്ന് ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം നമ്മളെ തൊട്ടനുഗ്രഹിക്കട്ടെ. കരുണാസമ്പന്നായ എൻ്റെ കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ കിടക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നുവോ ആ രോഗത്തെ കർത്താവെ നീ അവിടുന്ന് മാറ്റിക്കൊടുത്തുന്നു. ആ രോഗത്തെ കർത്താവെ ഈ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട്
യേശു കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം മനോഹരമായി ഉപകരണമാക്കി നിൻ്റെ മക്കളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേദന മാറ്റി കൊടുക്കണമേ എൻ്റെ കർത്താവെ. അങ്ങ് മുറിവുണ്ടാക്കുന്നവനും മുറിവ് കെട്ടുന്നവനുമാണല്ലോ കർത്താവെ. എൻ്റെ ദൈവമേ, ശരീരത്തിലെ ഈ മുറിപ്പാടുകൾ നീ കാണുന്നല്ലോ കർത്താവെ. ആഴമേറിയ മുറിവ് നീ കാണുന്നല്ലപ്പാ. മനസ്സിൻ്റെ വേദന നീ കാണുന്നല്ലോ കർത്താവെ. ഇപ്പോൾ തന്നെ നിൻ്റെ മക്കൾക്ക് സൗഖ്യമാക്കണമേ. ആണിപ്പഴുതുള്ള കരവൊന്ന് തൊട്ടനുഗ്രഹിക്കണമേ. വിശ്വാസത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ മഹാവ്യാധി നിൻ്റെ മക്കളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുവാൻ ദൈവം സഹായിക്കുന്നത് നിൻ്റെ മക്കൾ അനുഭവിച്ചറിയാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. ഈ രോഗാവസ്ഥയിൽ നിന്ന് എന്നേക്കുമായൊരു വിടുതൽ കർത്താവ് ഒരുക്കി കൊടുത്ത് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം.